ഡോക്ടർ ചില ആൾക്കാർ കഷ്ടപ്പെട്ട് ഒരു മാസമൊക്കെ ഡയറ്റ് എടുത്തിട്ട് 3-4 കിലോ ഒക്കെ കുറയ്ക്കുന്നു. അപ്പൊ പെട്ടെന്നൊരു ദിവസം ഈ ബിരിയാണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെവി മീൽസ് കഴിക്കാൻ തോന്നുന്നു, കഴിച്ചു. നെക്സ്റ്റ് ഡേ തന്നെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുക, 1-2 കിലോ കൂടുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് 1-2 കിലോ ഇപ്പൊ കൂടുമോ? നമ്മുടെ ഈ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് മാത്രമല്ല, അപ്പോൾ ആ ഫുഡിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് കണ്ടന്റ് ഉണ്ട്. മസിൽ, എല്ല്, ബോൺസ്, അവയവങ്ങൾ, അതായത് ഓർഗൻസ്, വാട്ടർ, ഈ 5 ഘടകങ്ങളാണ് നമ്മുടെ ബോഡി വെയിറ്റിന് കൺസിസ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പം ഡയറ്റ് ചെയ്യുന്നു, പെട്ടെന്നൊരു ദിവസം നമ്മൾ ഇപ്പം എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ഹെവി മീൽസ് എടുക്കേണ്ടി വന്നാൽ പിറ്റേ ദിവസം നോക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നു. അതിനൊരു കാരണമുണ്ട്. പൊതുവേ ഒരാൾ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ചെയ്യുമ്പോൾ അന്നജം, അതായത് ചോറ്, ചപ്പാത്തി, അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കുറച്ച് ഒരു ഡയറ്റ് ആയിരിക്കും ചെയ്യുക. അതേപോലെ തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ്, അതുപോലെ ബേക്കറി ഐറ്റംസ്, മധുര സാധനങ്ങൾ, അങ്ങനെയുള്ളതൊന്നും അവർ ആ ഡയറ്റിൻ്റെ സമയത്ത് കഴിക്കില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം ഹെവി ആയിട്ട് ഇപ്പോൾ ഒരു സദ്യ കഴിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബിരിയാണി, വളരെ ഹൈ എമൗണ്ട് കാലറി ഉള്ളൊരു ബിരിയാണി കഴിക്കുക, ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് നോർമലിനേക്കാളും വളരെ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് വരികയാണ്. അത് ഷുഗർ ആണ് ഗ്ലൂക്കോസ്. ഒരളവിൽ കൂടുതൽ ഗ്ലൂക്കോസ് വരുമ്പോൾ നമ്മുടെ കരള്, ലിവർ അതിനെ കൊഴുപ്പായിട്ട്, അത് ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും, അതായത് പിന്നീട് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട്. ഓരോ കൊഴുപ്പ്, അതായത് ഓരോ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുമ്പോഴും 1 ഗ്രാം ഗ്ലൈക്കോജന് നമുക്കൊരു 3 മുതൽ 4 ഗ്രാം ഓഫ് വെള്ളം, വാട്ടർ കൂടെ അതിനോടൊപ്പം തന്നെ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ദിവസം കഴിച്ചൊരു 100 ഗ്രാം എക്സ്ട്രാ ഫാറ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രാ ആണ് നമ്മൾ ഗ്ലൂക്കോസ് വരുന്നതെങ്കിൽ ബോഡി അതിനെ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ 100 ഗ്രാം എക്സ്ട്രാ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഒരു 300 മുതൽ 400 ഗ്രാമോളം വെള്ളവും അതിനോടൊപ്പം തന്നെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മൾ രാവിലെ പോയി ഒരു ബോഡി വെയിറ്റ് നോക്കുമ്പം ഇത്രയും സ്റ്റോർഡപ്പ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് കൂടെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവർക്കൊരു 1 അല്ലെങ്കിൽ 2 കിലോ കൂടുന്നതായിട്ട് കാണുന്നത്. പക്ഷേ അവർ വീണ്ടും അവൻ്റെ നോർമൽ ഡയറ്റിലോട്ട് വന്നു. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വാട്ടർ കണ്ടന്റ് നോർമലി അവർക്കത് കുറയുകയും ആ പണ്ടത്തെ, അല്ലെങ്കിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെയിറ്റിലോട്ട് വരികയും ചെയ്യും. ഇതുവരെയായിട്ട് ഒരു ഡയറ്റ് ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഡയറ്റ് ചെയ്യുമ്പം എല്ലാവരും പറയാറില്ലേ, ഒരാഴ്ച കൊണ്ടൊക്കെ എൻ്റെ 2 കിലോ കുറഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് ഈ സെയിം തന്നെയാണ്. അവിടെ ആദ്യം ബോഡി ശേഖരിച്ച് വെച്ചിട്ടുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം ആണ് ആദ്യം കളയുന്നത്.